സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഭർത്തൃപിതാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ യുവതി. ആ കേസിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷ. എന്നാൽ ജയിലിൽ അവൾക്ക് VIP പരിഗണന ലഭിക്കുന്നു. ജയിൽ വസ്ത്രങ്ങളില്ല, ജോലി ചെയ്യേണ്ടതില്ല, സ്വന്തമായി ബ്യൂട്ടി പാർലർ സെറ്റപ്പ്, ഇഷ്ടമുള്ള ഭക്ഷണം, ഫോൺ വരെ ഉപയോഗിച്ചിരുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആവശ്യം പോലെ പരോൾ. ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനെക്കുറിച്ച് നമ്മൾ കേട്ട കഥകളാണിത്. ഒടുവിലേതോ അദൃശ്യകരങ്ങളുടെ ഇടപെടലിൽ ആ യുവതി ജയിൽ മോചിതയാകുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഷെറിൻ പുറത്തിറങ്ങിയത് അതീവ രഹസ്യമായിട്ടാണ്. പുറത്ത് കാത്തുനിന്ന ക്യാമറ കണ്ണുകൾക്ക് പോലും പിടികൊടുത്തില്ല. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച ഭർത്തൃപിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഷെറിന് മനപരിവർത്തനം ഉണ്ടായി കാണുമോ? നവംബർ 7 ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ മരുമകൾ ഷെറിൻ കൊലപ്പെടുത്തിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയമകൻ ബിനുവിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ ഷെറിന്റെ ബന്ധങ്ങളും ദാമ്പത്യ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞതോടെ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സമൂഹ മാധ്യമമായ ഓർക്കുഡ് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ 2ാം പ്രതിയായ ബാസിത് അലി. മറ്റു 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ്, നിധിൻ എന്നിവർക്കൊപ്പമെത്തിയാണ് കാരണവരെ വധിച്ചത്. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്. കേസിൽ ഷെറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ്. ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത്. തുടർന്ന് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി. വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വിവാദമായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതിയുണ്ടായി. പിന്നീട് 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസത്തോളമാണ് ഷെറിന് പരോൾ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്തും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസവും കൂടി പരോൾ നൽകി. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത്. അതിന്റെ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള നീക്കം വിവാദമായതോടെ രാജ്ഭവൻ വിഷയത്തിൽ ഇടപെട്ടു. ഷെറിന്റെ മോചനം സംബന്ധിച്ച തീരുമാനം സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഷെറിൻ അടക്കമുള്ള പ്രതികളുടെ മോചനം സംബന്ധിച്ച ശുപാർശ ഗവർണർ വിശദമായി പരിശോധിച്ചു. തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം, ജയിലിൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് ഷെറിനടക്കം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച 14 വർഷം തടവ് പൂർത്തിയാക്കിയ 11 പ്രതികളുടെ ശിക്ഷാ ഇളവ് ഗവർണർ അംഗീകരിച്ചത്. ന്യൂസ് 18 കണ്ണൂർ.